ഇന്നീ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പാപാവസ്ഥകളിലൂടെ കടന്നു പോയപ്പോൾ ദൈവസ്നേഹം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയാത്തതിന് കാരണം നമ്മുടെ പാപാവസ്ഥയാണ് എന്ന് നാം തിരിച്ചറിഞ്ഞു. വചനങ്ങളിലൂടെ കടന്നു പോയപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു, ഈ പാപാവസ്ഥ മൂലം നമുക്ക് ദൈവത്തിന്റെ അപരിമയമായ സ്നേഹം അനുഭവിച്ചറിയാൻ പറ്റുന്നില്ല. അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് പാപാവസ്ഥയാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലീഗയുടെ ലേഖനത്തിലെ അവസാന 7-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യമാണ് നാം അവസാനം കണ്ടുവച്ചു. പൗലോസ്ലീഗ ഇങ്ങനെ പറയുകയാണ്, ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായി ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? എന്റെ ശരീരം അല്ലെങ്കിൽ എന്റെ ജീവിതം ഈ മരണത്തിന് അധീനമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ആർക്കാണ് എന്നെ വിമോചിപ്പിക്കാനാവുക എന്ന് പൗലോസ്ലീഗ ചോദിച്ചു വെച്ചപ്പോൾ നമ്മളൊക്കെ ഈ ദിവസങ്ങളിൽ കടന്നുപോയ വചനങ്ങളിലൂടെ നമ്മളും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത് ഇത് തന്നെയാണ്. എന്റെ ജീവിതത്തെ ആർക്കാണ് രക്ഷിക്കാനാവുക? പലവിധ അടിമത്തത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന എന്റെ ജീവിതത്തെ ആർക്കാണ് രക്ഷിക്കാനാവുക എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മനസ്സിലൂടെ ഈ ദിവസങ്ങളിൽ കടന്നു പോയിട്ടുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 7-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം, അതിൽ പൗലോസ്ലീഗ വീണ്ടും നമ്മളോട് പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം. ആര് വഴിയാണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിലൂടെയാണ് മനുഷ്യന്റെ രക്ഷ സാധ്യമായത് എന്ന് വിശുദ്ധ പൗലോസ്ലീഗ നമ്മളോട് ഈ രാത്രിയിൽ പറഞ്ഞു വെക്കുകയാണ്. ഇവിടെ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് പാപാവസ്ഥ എന്താണ്. ദൈവസ്നേഹം അനുഭവിച്ചറിയാൻ സാധിക്കാത്തതിന്റെ കാരണം എന്റെയും ലോകം മുഴുവന്റെയും പാപാവസ്ഥ എന്നാണ് നാം പഠിച്ചത്. എന്നാൽ അവിടെ വചനം അല്ലെങ്കിൽ വിശുദ്ധ ബൈബിളും തിരുസഭയും നമ്മളെ പഠിപ്പിക്കുന്നു, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു കുരിശിൽ മരിച്ച് പാപകടങ്ങൾ വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണ്. അത് ഇന്നലെയോ മിനിഞ്ഞാന്നോ അല്ലെങ്കിൽ ഇന്നോ നാളെ നടക്കാനിരിക്കുന്നതോ ആയ കാര്യത്തെ കുറിച്ചല്ല സഭയും വിശുദ്ധ ബൈബിളും നമ്മളെ പഠിപ്പിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു കുരിശിൽ മരിച്ച് പാപകടങ്ങൾ വീട്ടി, പാപികളായ നമ്മുടെ പാപങ്ങൾ അവിടെ നിന്ന് ഏറ്റെടുത്ത് തന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത്. അതുകൊണ്ടാണ് വചനം കൃത്യമായിട്ട് നമ്മളോട് പറയുന്നു, പാപം അറിയാത്തവനെ അവൻ പിതാവായ ദൈവം പാപമാക്കി മാറ്റി, പാപിയാക്കി മാറ്റി എന്നല്ല പറയുന്നത്, പാപമാക്കി മാറ്റി എന്ന് കൃത്യമായിട്ട് പറയുകയാണ്. അങ്ങനെ യേശു ക്രിസ്തു തന്റെ ശരീരത്താൽ നമ്മുടെ എല്ലാം പാപകടങ്ങൾ ഏറ്റെടുത്ത് അത് വീട്ടി നമ്മൾ രക്ഷിച്ചു കഴിഞ്ഞതാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെ പാപാവസ്ഥകളെ യേശു ഏറ്റെടുത്തു എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ ലേഖനം അതിന്റെ ഒന്നാം ലേഖനത്തിൽ 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. അവൻ നമ്മുടെ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. കേവലം എന്റെയും നിങ്ങളുടെയും മാത്രമല്ല, ഈ ലോകത്തുള്ള സകലരുടെയും പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് യേശുക്രിസ്തുവിനെ കുരിശുമരണമെന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മൾ ഓർപ്പിക്കുന്നു. എന്ന് പറയുമ്പോൾ ആദ്യ മാതാപിതാക്കളെ ആദം മുതൽ ഈ ലോകത്ത് അവസാനം ജനിക്കാനിരിക്കുന്ന വ്യക്തി അവസാനം ചെയ്യാനിരിക്കുന്ന പാപത്തിനു കൂടി യേശുക്രിസ്തു പരിഹാരം ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് യോഹന്നാൻ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് നമ്മുടെയും ലോകം മുഴുവന്റെ പാപങ്ങൾക്ക് യേശുക്രിസ്തു കുരിശിൽ പരിഹാരം ചെയ്തു കഴിഞ്ഞാണെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ ഓർപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പരിഹാരം ചെയ്ത ക്രിസ്തു രക്ഷകൻ വാഗ്ദാനം ചെയ്താണ് നമുക്ക് കിട്ടിയത്. നമുക്കറിയാം ഉൽപ്പത്തിയുടെ പുസ്തകത്തില് അതിന്റെ 3-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും, ആദ്യ മാതാപിതാക്കളായ ആദവും ഹവ്വയും ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നതും സാത്താന്റെ വാക്ക് കേട്ട് തങ്ങളുടെ ജീവിതത്തെ സാത്താന്റെ അടിമ വെക്കുന്നത് വഴി മനുഷ്യവർഗം മുഴുവൻ പാപത്തിന്റെ അടിമത്തത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ അവിടെ മനുഷ്യവർഗം മുഴുവൻ ദൈവസ്നേഹത്തിൽ അകന്നു പോയപ്പോൾ പിതാവായ ദൈവം രക്ഷകനെ വാഗ്ദാനം ചെയ്യുക ചെയ്യുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ കൃത്യമായിട്ട് നമ്മൾ കാണുന്നു. അവിടെ പറഞ്ഞു വെക്കുകയാണ്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. യേശുവിലൂടെ രക്ഷകനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് അവിടെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയാണ്, രക്ഷകൻ കടന്നു വരും, അവനിലൂടെ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ രക്ഷ ഞാൻ സാധ്യമാക്കും, തകർന്നു പോയ ബന്ധങ്ങൾ ഞാൻ പുനഃസ്ഥാപിക്കും, സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് എന്നേക്കുമായി മനുഷ്യവർഗത്തെ രക്ഷിക്കും കൃത്യമായിട്ട് ദൈവമായ കർത്താവ് അവിടെ പറഞ്ഞു വെക്കുന്നത് നാം കാണുന്നുണ്ട്. ആ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകൻ നമ്മൾ ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസ്ലീഹ നമ്മൾ ഓർപ്പിക്കുന്ന കാര്യമുണ്ട്. ആ രക്ഷകൻ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകൻ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു, അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. എന്റെ ക്ലാസ് കേൾക്കാൻ പറ്റാറുണ്ടോ? എന്റെ ഇന്റർനെറ്റ് ഇച്ചിരി പ്രശ്നമാണ്, കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. പ്രവാചകന്മാരെ ആദ്യ മാതാപിതാക്കൾക്ക് വാഗ്ദാനം ചെയ്ത യേശു അല്ലെങ്കിൽ രക്ഷകൻ, ആ രക്ഷകനെ കുറിച്ച് യേശയ്യാ പ്രവാചകനിലൂടെയും മലാക്കി പ്രവാചകനിലൂടെയും ഓരോ പ്രവാചകനിലൂടെയും കൃത്യമായിട്ട് വീണ്ടും ഓർപ്പിക്കുകയും വീണ്ടും ആ വാഗ്ദാനം പുതുക്കുകയും ചെയ്യുന്ന ദൈവം കാലസമ്പൂർണത വന്നപ്പോൾ
തന്റെ പുത്രനെ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. അവൻ പരിശുദ്ധ കന്യാമറിയത്തിന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. നമ്മളെ പോലെ തന്നെ സാധാരണ ഒരു മനുഷ്യനെ പോലെ എല്ലാ നിയമങ്ങൾക്കും, ഈ ലോകത്തിന്റെ നിയമങ്ങൾക്കൊക്കെ അധീനായിട്ട് തന്നെയാണ് ജനിച്ചത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ജനിക്കുന്നതിന് തൊട്ട് മുന്നേ ഗർഭിണിയായിരിക്കുന്ന പരിശുദ്ധ അമ്മയും കൊണ്ട് യൗസേപ്പ് പിതാവ് പേരെഴുതിക്കാൻ വേണ്ടിയിട്ട് ബെത്ലഹേമിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് യേശു ജനിച്ചതിന് ശേഷം യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത് കാണുന്നുണ്ട്. അന്നത്തെ ആചാരവും നിയമവും അനുസരിച്ച് 2 പ്രാവുകളെ യേശുവിന് വേണ്ടിയിട്ട് ബലിയർപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ലോകത്തിന്റെയും അന്ന് ഉള്ള നിയമസംഹിതകളൊക്കെ അനുസരിച്ച് തന്നെയാണ് ആ രക്ഷകൻ ജനിക്കുകയും ഭൂമിയിൽ ജീവിക്കുകയും ചെയ്തത്. ഇവിടെ വീണ്ടും നമ്മൾ ആ രക്ഷക വാഗ്ദാനത്തെ വീണ്ടും കാണുന്നത് മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. ഔസേപ്പ് പിതാവിനോട് മാലാഖ പറയുകയാണ്, അവൾ പരിശുദ്ധ കന്യാമറി, അല്ലെങ്കിൽ നീ വിവാഹം കഴിക്കാൻ പോകുന്ന കന്യക ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്താണ് യേശു എന്ന പേരിന്റെ അർത്ഥം? ദൈവം രക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നീ അവന് യേശു എന്ന് പേരിടണം. ദൈവമാണ് രക്ഷിക്കുന്നത്. മനുഷ്യനായി പറയുന്നത് ദൈവം മനുഷ്യവർഗത്തെ മുഴുവൻ രക്ഷിക്കാൻ വന്ന ആ ദൈവം രക്ഷിക്കും എന്നുള്ളത് തന്നെയാണ് അവിടെ കൃത്യമായിട്ട് പറയുന്നത്. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. സാത്താന്റെ അടിമത്തത്തിലേക്ക് പോയ, പാപത്തിന്റെ അടിമത്തത്തിലേക്ക് പോയ തന്റെ ജനത്തെ, തന്റെ മക്കളെ അവൻ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും എന്ന് കൃത്യമായിട്ട് യേശുവിനെ കുറിച്ച് പറയുന്നു. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ആട്ടിടയരോട് മാലാഖമാർ പറയുന്ന സന്ദേശം ഇതാണ്. സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന ആട്ടിടയരോട് ദൈവമായ കർത്താവിന്റെ ദൂതൻ വന്ന് പറയുകയാണ്, ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ. കൃത്യമായിട്ട് പറയാൻ, രക്ഷകൻ, അവൻ യേശു രക്ഷകനാണ്. കർത്താവായ ക്രിസ്തു, നമ്മുടെ ഉടമസ്ഥനായി മാറുന്ന, നമ്മുടെ മേൽ അധികാരമുള്ള ക്രിസ്തു, നമ്മളെ അഭിഷേകം ചെയ്യപ്പെട്ട് നമ്മൾ ഓരോരുത്തരെ അഭിഷേകം ചെയ്യാനിരിക്കുന്ന ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് അവിടെ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ തൊഴിൽക്കൂട്ടി അല്ലെങ്കിൽ പുൽക്കൂട്ടി പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനിരിക്കുന്ന ക്രിസ്തുവാണെന്നുള്ള കാര്യം വചനം വീണ്ടും നമ്മളെ ഓർമ്മിക്കുന്നു. അങ്ങനെ ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം 31-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ ശിമയോനെ കാണുന്നുണ്ട്. ദൈവം അവന് ശിമയോന് മുന്നേ ശിമയോനോട് പറഞ്ഞിരുന്നു, നീ രക്ഷകനെ കാണാതെ മരിക്കുകയില്ല എന്നുള്ള വലിയ വാഗ്ദാനം. അവിടെ ശിമയോൻ ശിശുവിനെ യേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് പറയാണ്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അങ്ങ് എന്നോട് വാഗ്ദാനം ചെയ്ത രക്ഷ, ഈ ലോകത്തിന്റെ രക്ഷയ്ക്കായിട്ട് കടന്നു വന്ന യേശുവിനെ ഞാൻ കണ്ടു കഴിഞ്ഞു. ഇനി സമാധാനത്തിൽ പോകാനുള്ള അനുവാദം എനിക്ക് തരണമെന്ന് കൃത്യമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട് ഈ ഭൂമിയിൽ പിറന്ന ആ രക്ഷകനായ യേശുവിന് പിതാവായ ദൈവം നൽകുന്ന സാക്ഷ്യമാണ് നാം ആദ്യമായിട്ട് കാണുന്നത്. അവിടെ മത്തായി സുവിശേഷം 3-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ യേശുവിന്റെ ജ്ഞാനസ്നാന സമയത്ത് പിതാവായ ദൈവത്തിന് സ്വരം കേൾക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ പിതാവായ ദൈവത്തിന് സ്വരം ഇങ്ങനെയാണ് കേൾക്കുന്നത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. പിതാവായ ദൈവം പറയുകയാണ്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രസാദിച്ച് അയച്ചിരിക്കുന്ന രക്ഷകനാണ് ഇത് എന്ന് പിതാവായ ദൈവത്തിന് സ്വരം കേൾക്കുന്നത് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വീണ്ടും യേശു തന്നെ തനിക്ക് സാക്ഷ്യം നൽകുകയാണ്. അവിടെ പറയാം, ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 18-19 വാക്യങ്ങളിൽ പറയുന്നു, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവ് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. കർത്താവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടിയിട്ട്. ആത്മാവിൽ ദരിദ്രരായവരെ, എളിമയോടെ ജീവിക്കുന്നവരെ, ലാളിത്യത്തോടെ ജീവിക്കുന്നവരെ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടിയിട്ട് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം, സാത്താന്റെ അടിമത്തത്തിലേക്ക് പോയ, ബന്ധനത്തിലേക്ക് പോയവർക്ക് മോചനം, അന്തർക്ക് കാഴ്ച. ആദ്യ മാതാപിതാക്കളെ കാണുമ്പോൾ നമുക്കറിയാം, ദൈവത്തിന്റെ മകനും മകളുമായിട്ട് ജനിച്ച ആദവും ഹവ്വയോടും സാത്താൻ വന്ന് പറഞ്ഞ എന്താ? ഈ പഴം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അവരുടെ അന്ധത ബാധിച്ചു. ദൈവത്തെ പോലെ ആയിരുന്ന അവർക്ക് ദൈവത്തെ പോലെ ആണെന്നുള്ള തിരിച്ചറിവില്ലാതെ പോയതാണ് അവർക്ക് പറ്റിയ തെറ്റ്. ആ തിരിച്ചറിവില്ലാതെ പോകുന്ന അവസ്ഥ നമുക്കുണ്ട്. നമ്മളൊക്കെ ദൈവത്തിന്റെ മകനും മകളും ഒക്കെയാ. മാമോദിസയുടെ പ്രത്യേകമായിട്ട് നമുക്ക് സഭയിലൂടെ അത് നൽകപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് അന്ധത ബാധിച്ചത് കൊണ്ട്, ബന്ധിതര അല്ലെങ്കിൽ ആ ഒരു അന്ധരായത് കൊണ്ട് നമുക്കിത് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പൊ യേശു പറയുകയാണ്, അന്തർക്ക് കാഴ്ച നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സാത്താന്റെ അടിമത്തത്തിലേക്ക്, പാവത്തിന്റെ അടിമത്തത്തിലേക്ക് പോയിട്ട് സ്വാതന്ത്ര്യം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ കാനായിലെ കല്യാണ വിരുന്നിൽ ചിലപ്പോൾ പറയുന്നില്ല, എനിക്ക് സമയം ഇതായിട്ടില്ല എന്ന് പറയും പോലും വീണ്ടും കർത്താവ് ആ സമയം വീണ്ടും ക്രമീകരിച്ചുകൊണ്ട് അത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്.
ഇവരുടെ വീണ്ടും ഈശോ തനിക്ക് തന്നെ സാക്ഷ്യം നൽകുന്നത് നമുക്ക് ഒന്നോടെ കാണാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. സാത്താൻ വരുന്നത്, കള്ളൻ എന്ന് ഉദ്ദേശിച്ച് സാത്താനെ തന്നെയാണ്. സാത്താൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവിക ജീവനെ, ദൈവിക നന്മകളെ, ദൈവിക സ്നേഹത്തെ, ദൈവിക സമാധാനത്തെ ഒക്കെ നശിപ്പിക്കാനും മോഷ്ടിക്കാനും കൊല്ലാനും ഒക്കെ ആയിട്ടാണ് അവൻ വരുന്നത്. എന്നാൽ യേശു പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അസമർത്ഥമായിട്ടുണ്ടാകുവാനാണ്. ദൈവിക ജീവന്റെ സമൃദ്ധി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നിരിക്കുന്നതെന്ന് യേശു തനിക്ക് തന്നെ സാക്ഷ്യം നൽകുന്നു. വീണ്ടും സ്നാപയോഹന്നാന്റെ സാക്ഷ്യം നമ്മൾ കാണുന്നു. യേശുവിന് മുന്നോടിയായിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന സ്നാപയോഹന്നാൻ യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യത്തിൽ അവിടെ പറയാണ്, ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. എന്താ കണ്ടത്? മാമോയിസ് നൽകുന്ന വേളയിൽ സ്വർഗം തുറക്കപ്പെടുന്നത്, പിതാവായ ദൈവത്തിന്റെ ആ വലിയ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ മേൽ വന്നിറങ്ങുന്നതും, അതോടൊപ്പം പിതാവായ ദൈവത്തെ സ്വരം കേൾക്കുന്നതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്ത് അനുഭവിക്കുകയും ചെയ്ത സ്നാപയോഹന്നാൻ പറയുകയാണ്, ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, ഈശോ വരുന്ന കാണുമ്പോൾ ഇവൻ ലോകത്തിന്റെ പാപങ്ങൾ വരുന്നു, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന്. ലോകത്തിന്റെ പാപങ്ങൾ നീക്കാൻ സ്വർഗത്തിൽ നയിക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടാണ്, രക്ഷകനാണ് യേശു എന്ന് യോഹന്നാൻ സാക്ഷ്യം നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും വിശുദ്ധ ബൈബിൾ മുഴുവൻ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ സാക്ഷ്യങ്ങൾ ഒത്തിരി നമുക്ക് കാണാം. ഈശോ പറയുകയാണ്, വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, അവ തന്നെയാണ് എന്നെ കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. നിത്യജീവൻ യേശു തന്നെയാണ് എന്നുള്ളത് വിശുദ്ധ ബൈബിള് ഒത്തിരി പ്രാവശ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ യേശു ക്രിസ്തു തന്റെ ജനനത്തിലൂടെ ദൈവവും മനുഷ്യനും തമ്മിൽ നഷ്ടപ്പെട്ട ആ ബന്ധത്തെ വീണ്ടും അനുരഞ്ജിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫിലിപ്പിയരുടെ ലേഖനം 2-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പൗലോസ് നമ്മൾ പറയുന്നു, ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. എന്നിട്ട് മനുഷ്യരുടെ രൂപത്തിലായി മനുഷ്യനെ പോലെ അവൻ ഭൂമിയിലേക്ക് പറന്നു. ദൈവത്തിന്റെ രൂപം, അരൂപിയായിരുന്ന ദൈവം, പുത്രനായ ദൈവം മനുഷ്യന്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ അകൽച്ച എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്തു. വീണ്ടും അനുരഞ്ജനത്തിലേക്ക് കൊണ്ടുവരിക മനുഷ്യവർഗത്തെ ചെയ്യുന്നത്. വീണ്ടും അപ്പോസ്തലരുടെ ലേഖനത്തിലെ 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പൗലോസ് നമ്മളോട് പറയുന്നു, കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. സമാധാനം നഷ്ടപ്പെട്ട ലോകത്തിന്റെ മനുഷ്യവർഗത്തിന്റെ സമാധാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണെന്ന് നമ്മളെ പൗലോസ് ഓർപ്പിക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പാപ്പ, എനിക്ക് തോന്നുന്നു ബെനഡിക്ട് 16-ാം പാപ്പയാണെന്ന് തോന്നുന്നു, പാപ്പ ലോക യുവജന സമ്മേളനത്തിൽ പറയാണ്, യുവജനമേ, നിങ്ങൾ ലോകത്തിൽ അന്വേഷിക്കുന്ന സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെ പേര് യേശു ക്രിസ്തുവാണ്, യേശു ക്രിസ്തു എന്നാണെന്നുള്ളത്. ലോകത്തിന്റെ സമാധാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തു തന്നെയാണ്. ഇവിടെ വീണ്ടും സ്ത്രീകൾ നമ്മളോട് പറയുന്നു, ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. ഇരുകൂട്ടരെയും, ദൈവവുമായിട്ട് അകന്നുപോയ മനുഷ്യവർഗത്തെ, ദൈവവും മനുഷ്യനും തമ്മിൽ ആ അകൽച്ചയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് കുരിശുമരണത്തിലൂടെ തന്റെ ശരീരമാകുന്ന ആ ശരീരത്തിലേറ്റ പീഡാസഹന കുരിശുമരണത്തിലൂടെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വീണ്ടും ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ഒന്നിപ്പിക്കുകയും സാത്താൻ പണിതുയർത്തിയ ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു എന്ന് ശ്ലീഹ നമ്മൾ ഓർപ്പിക്കുന്നു. വീണ്ടും തുടർന്ന് വായിക്കുമ്പോൾ 2:15 നമ്മൾ കാണുന്നു, കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തന്റെ ശരീരത്തിലില്ലാതെയാക്കി. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെ, അതുവരെ പലവിധ കൽപ്പനകളും ചട്ടങ്ങളും മനുഷ്യവർഗത്തെ മുഴുവൻ അടിമത്തത്തിലേക്ക് നയിക്കുന്ന വിധത്തിൽ ഒത്തിരിയേറെ കൽപ്പനകളും ചട്ടങ്ങളും ഉണ്ടായിരുന്നു. യേശു എന്നാൽ അതിനെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട്, തന്റെ ശരീരത്തിൽ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അതിന്റെ ആധിപത്യം എന്നേക്കുമായിട്ട്, സാത്താന്റെ ആധിപത്യത്തെ എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്തു എന്ന് വചനം നമ്മൾ ഓർപ്പിക്കും. അങ്ങനെ വീണ്ടും മനുഷ്യവർഗത്തെ അനുരഞ്ജനത്തിലേക്ക് കൊണ്ടുവന്നു. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തില് ശ്ലീഹ നമ്മളോട് വീണ്ടും പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. യേശു കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയാണ്. അതിലൂടെ എന്താ ചെയ്യുന്നത്? അനുരഞ്ജനം സാധ്യമാക്കുന്നു. നമ്മൾ ഒരു കേവലം മനുഷ്യവർഗത്തോട് മാത്രമല്ല, ലോകത്തിൽ സകല വസ്തുക്കളോടും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞില്ലേ, 4 തരത്തിലുള്ള ബന്ധമാണ് പാപാവസ്ഥയിലാകുന്ന മനുഷ്യൻ നഷ്ടപ്പെടുന്നത്. ഒന്ന് ദൈവവുമായിട്ടുള്ളത്, തന്നോട് തന്നെയുള്ളത്, സഹോദരങ്ങളോടുള്ളത്, സൃഷ്ടപ്രപഞ്ചത്തോടുള്ളത്. ഈ നഷ്ടപ്പെട്ട ഈ 4 തരം ബന്ധത്തെയും യേശു ക്രിസ്തു തന്റെ കുരിശുമരണത്തിലൂടെ, കുരിശു ചിന്തിയ രക്തം വഴി വീണ്ടും അനുരഞ്ജനപ്പെടുത്തുകയും വീണ്ടും കൂട്ടിസ്ഥാപിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശു അങ്ങനെ അനുരഞ്ജനം സാധ്യമാക്കിയ യേശു ആ പാപപരിഹാരം ചെയ്തു. എവിടെ? തന്റെ കുരിശുമരണത്തിലൂടെ. അങ്ങനെ സാത്താന്റെ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ മുഴുവൻ വിമോചിപ്പിച്ചുകൊണ്ട് യേശു പരിഹാരം ചെയ്തു കഴിഞ്ഞതാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇന്നലെ വരെ നമുക്ക് യേശു എന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു എന്ന് തിരിച്ചറിയില്ലെങ്കിൽ ഈ രാത്രിയുടെ സമയങ്ങളിൽ ഈശോ അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓർപ്പിക്കുന്ന കാര്യം ഇതാണ്:
യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്റെയും നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു കഴിഞ്ഞതാണ്. നമ്മൾ ഓരോരുത്തരും ഇനി അടിമത്തത്തിൽ ജീവിക്കേണ്ടവരല്ല, സാധാരണ ഭയന്ന് ജീവിക്കേണ്ടവരല്ല, പലവിധ ഭയങ്ങളിലൂടെയും പലവിധ പ്രശ്നങ്ങളുടെ പ്രതിസന്ധിയിൽ കടന്നു പോകേണ്ടല്ല. അതൊക്കെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോഴും യേശുവിനോട് കൂടെ ആ രക്ഷയെ സ്വന്തമാക്കിക്കൊണ്ട് ആ യേശുവിനോട് അതിനെല്ലാം ധൈര്യത്തോടെ തരണം ചെയ്യേണ്ടവരാണ്. നമ്മളെല്ലാവരും വിമോചിപ്പിക്കപ്പെട്ടവരാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണമെന്ന് പൗലോസ്ലീഹ നമ്മൾ ഓർപ്പിക്കുന്നു. വീണ്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ ബൈബിളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, സഖ്യവൂസിനെ നമ്മൾ കാണുന്നുണ്ട്. സഖ്യവൂസും പല വിധത്തിൽ അടിമത്തത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന, പക്ഷെ യേശുവിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ ആ അടിമത്തത്തിൽ നിന്നെല്ലാം വിമോചിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. സമരിയക്കാരി സ്ത്രീ, അതുവരെ അവളും പല വിധത്തിലുള്ള അടിമത്തത്തിൽ കടന്നുപോയത് നമ്മൾ വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ യേശുവെ രക്ഷകനാണെന്ന് തിരിച്ചറിയുമ്പോൾ, അവനാണ് ഏക രക്ഷകൻ എന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ, അവൾ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവൾ ജീവിതത്തിൽ രക്ഷ പ്രാപിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തുവിനെ കുറിച്ച് വീണ്ടും നമ്മൾ കാണുന്നത് വിശുദ്ധ പത്രോസ്ലീഹയുടെ 1 ലേഖനം 3:18 വീണ്ടും നമ്മൾ കാണുന്നു. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെ പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കലും മരിച്ചു, അത് നീതിരഹിതർക്ക് വേണ്ടി നീതിമാന്റെ മരണമായിരുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞ സഖ്യവൂസിന്റെ ഉദാഹരണം നോക്കിയാൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. ഒരു വിധത്തിലും സമൂഹത്തിൽ നീതിയില്ലാത്തവനായിരുന്നു. മനുഷ്യരെ അർത്ത് കൈക്കൂലിയും മറ്റു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ടാക്സ് ഒക്കെ പിരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള ഓരോ നീതിരഹിതർക്കും വേണ്ടിയിട്ടുള്ള നീതിമാന്റെ മരണമായിരുന്നു യേശുക്രിസ്തുവിനെ കുറിച്ച് മരണം എന്നുള്ളത്. ഇവരുടെ വചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അനർഹരായി, എല്ലാവരും പാപികളായി തീർന്നു എന്ന് പറയുന്നത് എല്ലാവരും നീതിരഹിതരായി തീർന്നു എന്ന് തന്നെയാണ് വചനം നമ്മളെ ഓർപ്പിക്കുന്നത്. വീണ്ടും വചനം നമ്മളോട് പറയുകയാണ്, തുറന്നു പറയുന്നു, യേശുക്രിസ്തുവിന്റെ മരണം നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു പത്രോസ്ലീഹയോട് നമ്മൾ ഓർപ്പിക്കുന്നു. കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തില് അതിന് 1-ാമത്തെ അധ്യായം 13-14 വചനങ്ങളില് പൗലോസ്ലീഹ നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്, അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടെ നിന്ന് നമ്മെ വിമോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. അന്ധകാരത്തിന്റെ സാത്താന്റെ ആധിപത്യത്തിൽ നിന്നും അവന്റെ സകലവിധ പ്രലോഭനത്തിൽ നിന്നും അവിടെ നമ്മെ വിമോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മളെ ആനയിക്കുകയും ചെയ്തു. പിതാവായ ദൈവം യേശു ക്രിസ്തുവിലൂടെ നമ്മൾ വിമോചിപ്പിച്ചു കഴിഞ്ഞതാണ്. യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് നമ്മളെ ആനയിക്കുകയും ചെയ്തതാണ്. അവനിലാണ്, യേശു ക്രിസ്തുവിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. അപ്പൊ യേശു ക്രിസ്തുവിലൂടെ തന്നെയാണ് രക്ഷ കടന്നു വന്നിരിക്കുന്നത്. യേശു ക്രിസ്തു നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞതാണെന്നുള്ള ആ വചനം വീണ്ടും നമ്മൾ ഓർപ്പിക്കുന്നു. കൊളോസ്യർ 2-ാമത്തെ അധ്യായം 14-15 വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രമാക്കി. നമുക്കറിയാവുന്നതാണ്, പാപത്തിന്റെ വേദനം മരണമാണ്. പാപം ചെയ്തവൻ മരണത്തിന് അർഹനാണെന്നുള്ള പഴയ നിയമ സംഹിത അല്ലെങ്കിൽ നമുക്ക് ദോഷമായി നിന്ന ലിഖിത നിയമത്തെ അവൻ മായ്ച്ചു കളഞ്ഞു. അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു, എന്നേക്കുമായി ഇല്ലായ്മ ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവയ്ക്ക് നമ്മൾ ഉപദ്രവിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അത് നിരായുധമാക്കി എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി എന്ന് വിശുദ്ധ ലിഖിതം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കണ്ട വചനം തന്നെയാണ് യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. അവരുടെ എന്റെ ജീവിതത്തില് ഞാൻ ഓർക്കുന്നത് 2013 വരെ ഉള്ള ഒരു ജീവിതം, 2000 കാലഘട്ടം മുതൽ 2013 വരെ, 2000 കാലഘട്ടം വരെ ഞാൻ മിക്കവാറും എല്ലാ ദിവസവും ദേവാലയത്തിൽ പോവുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. എന്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു തകർച്ചയുടെ ഫലമായിട്ട് ഞാൻ ദേവാലയത്തിൽ പോകാതെയും അങ്ങനെ എന്റെ ജീവിതത്തിൽ വലിയ തകർച്ചകളോട് പോയി ദൈവമായിട്ടും എന്നോട് തന്നെയും സഹോദരങ്ങളുമായിട്ടും മറ്റുള്ള മനുഷ്യരോടും പ്രപഞ്ചമൊക്കെ ആയിട്ടുള്ള എന്റെ ബന്ധം തന്നെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ 10-13 വർഷക്കാലം അങ്ങനെ ജീവിക്കുന്ന വ്യക്തിയായിരുന്നു. തകർച്ചയിലേക്ക് നിരന്തരം പോകുന്ന, ഒരു കുഴിയിൽ നിന്ന് അടുത്ത കുഴിയിലേക്ക് വീഴുക, ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിക്കുന്ന അവസ്ഥ, ആരിലും ആശ്രയം വെക്കാൻ പറ്റാത്ത അവസ്ഥ, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് പ്രിയപ്പെട്ടവരെ ഒരു വലിയ തകർച്ചയുടെ ഇടയിൽ ദൈവമായ കർത്താവ് അവിടുത്തെ കണ്ടുമുട്ടുവാൻ വേണ്ടിയിട്ട് അവിടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു അവസരം ദൈവം എനിക്ക് നൽകി. ആ ധ്യാനത്തിൽ വെച്ച് യേശു എന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു കഴിഞ്ഞാണെന്നും എന്നെ 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ രക്ഷിച്ചു കഴിഞ്ഞാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായപ്പോൾ പ്രിയപ്പെട്ടവരെ ആ രക്ഷ അനുഭവിക്കണം എന്നുള്ള വലിയ ആഗ്രഹം എന്റെ ജീവിതം ഉണ്ടായി. അന്ന് മുതൽ ഇന്ന് വരെ പലപ്പോഴും വീണ്ടും ഞാൻ പിന്തിരിഞ്ഞു പോയിട്ടും ആ രക്ഷയുടെ അനുഭവത്തിലൂടെ നിരന്തരം നടക്കുവാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് ഇങ്ങനെ ദൈവത്തിന്റെ വചനം പറയാനായിട്ട് എനിക്ക് സാധിക്കുന്നത്.
ഇവിടെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ എനിക്കത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ളതും അല്ലാതുമായ ഒരുപാട് പേരുടെ ജീവിത അനുഭവങ്ങളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർക്കണ്ട ഒരിക്കൽ ഒരു വലിയ തകർച്ചയിലൂടെ കടന്നുപോയ ഒരു അമ്മച്ചി എന്റെ അടുത്ത് ഒരു സ്പിരിച്വൽ ഷെയറിങ്ങിന് വന്നപ്പോൾ അവിടെ രക്ഷയില്ല, ഇനി ഒന്നും മുന്നോട്ട് പോകാനാകില്ല എന്നുള്ള ഒരു വലിയ സങ്കടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കരഞ്ഞുകൊണ്ടായിരിക്കുന്നത്, വാ വിട്ട് കരയുകയാണ് അമ്മച്ചി. ആ ഒരു സമയത്ത് ദൈവമായ കർത്താവിന് വലിയ വെളിപ്പെടുത്തലുണ്ടായി. ഞാൻ നിന്നെ രക്ഷിച്ചു കഴിഞ്ഞതാണ്, നീ സങ്കടപ്പെട്ടിട്ട് ഇരിക്കേണ്ടല്ല, ഭയപ്പെട്ടിരിക്കേണ്ടല്ല, ജീവിതം അവസാനിപ്പിക്കുന്നതിന് ചിന്തിക്കേണ്ട വ്യക്തിയല്ല എന്നുള്ള തിരിച്ചറിവുണ്ടാകുകയും ആ രക്ഷയെ സ്വീകരിക്കാൻ സാധിച്ചതിലൂടെ ആ അമ്മച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടായ അത്ഭുതകരമായ മാറ്റത്തെ ഞാൻ പിന്നീട് കണ്ടു. പിറ്റേ വർഷം ആ അമ്മച്ചി ആ അത്ഭുതകരമായ ആ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ എന്നോട് വന്ന് പങ്കുവെക്കുകയും ചെയ്ത് എന്റെ ജീവിതത്തിലെ എന്റെ വലിയ തൊട്ടറിഞ്ഞലി മനസ്സിലാക്കി അനുഭവിച്ച ഒരു അനുഭവമാണ്. ഇവിടെ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 28-ാമത്തെ വാക്യത്തില് യേശു പറയാണ്, യേശു അവർ സമീപിച്ചാലോട് ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു മരിക്കുക മാത്രമല്ല, ഉദ്ധാനം ചെയ്യുക കൂടി ചെയ്തു. യേശു എന്തിനു വേണ്ട ഉദ്ധാനം ചെയ്തത്? നമ്മുടെ ഓരോരുത്തരെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു കഴിഞ്ഞു എന്നുള്ള തെളിവ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ ഉദ്ധാനം ചെയ്തു വന്നുകൊണ്ട് പറയുകയാണ്, ഇതാ നിങ്ങൾ നോക്ക്, എന്റെ കൈകളിലും കാലുകളിലും എന്റെ ഹൃദയത്തിലൊക്കെ നോക്ക്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാപപരിഹാരം ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ ഓരോരുത്തരെയും പാപങ്ങൾക്ക് ഞാൻ പരിഹാരം ചെയ്തു കഴിഞ്ഞു, നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ രക്ഷിച്ചു കഴിഞ്ഞാണെന്നുള്ള യേശുവിന്റെ വെളിപ്പെടുത്തൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. റോമാക്കാർക്ക് ലേഖനം 3-24 വാക്യത്തിൽ അവിടെ നമ്മൾ പൗലോസ് നമ്മളോട് പറയുകയാണ്, അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ, രക്ഷയിലൂടെ എന്ന് പറയുന്ന വഴിയുള്ള വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ രക്ഷയിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. യേശുക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ നമ്മുടെ ഓരോരുത്തരെയും പാപകടത്തിന്റെ കടച്ചീട്ട് കീറിക്കളഞ്ഞുകൊണ്ട് സാധാരണമായിട്ടുള്ള ആ ബന്ധനാവസ്ഥയെ എന്നതൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് യേശുക്രിസ്തു നമ്മളെ ഓരോരുത്തരെയും നീതീകരിച്ചു, സൗജന്യമായി നീതീകരിച്ചു എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് നേരത്തെ വചനത്തിൽ നമ്മൾ കണ്ടു, പാപമറിയാത്തവന്റെ ആ കുരിശുമരണം വഴി നീതിരഹിതർക്ക് വേണ്ടിയിട്ട് അവൻ പാപപരിഹാരം ചെയ്തത് വഴി നമ്മൾ ഓരോരുത്തരും നീതിമാന്മാരായി മാറി, അല്ലെങ്കിൽ നീതീകരിക്കപ്പെട്ടു എന്ന് വചനം നമ്മൾ ഓർപ്പിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഉദ്ധാനത്തിലൂടെ, ഉയർപ്പിലൂടെ നമ്മൾ ഓരോരുത്തരും നീതീകരിക്കപ്പെട്ടു എന്ന് വചനം നമ്മൾ ഓർപ്പിക്കുന്നു. നമ്മളെ നീതീകരിക്കാൻ വേണ്ടി ഉയർത്ത യേശു സ്വർഗാരോഹണം ചെയ്തു. മർക്കോസിന്റെ സുവിശേഷം 16-19 വാക്യത്തിൽ വചനം നമ്മൾ ഓർപ്പിക്കുകയാണ്, കർത്താവ് യേശു അവരോട് സംസാരിച്ച ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു, അവൻ ദൈവത്തിന് വലതു ഭാഗത്ത് ഉപേക്ഷനായി അവിടെ നിന്ന് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി. നമ്മളെ ഓരോരുത്തരെയും രക്ഷിച്ച് നാം നീതീകരിച്ച്, ആ നീതീകരിച്ചുകൊണ്ട് മാത്രമല്ല ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിനെ നൽകുകയും ചെയ്തു യേശു. അപ്പോൾ നമ്മളെ രക്ഷിച്ച് വെറുതെ ഇവിടെ ആക്കുകയല്ല ചെയ്തത്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് എങ്ങനെ സ്വാതന്ത്ര്യത്തോടെ ദൈവമകന്റെ സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചോ അതുപോലെ ജീവിക്കുവാൻ വേണ്ടിയിട്ട്, ആദോ ഹവയും ദൈവമകത്തിന് അനർഹരാകുന്നതിന് മുന്നേ എങ്ങനെ ദൈവത്തോടൊപ്പം ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ അവിടെ തോളത്ത് കൈയിട്ട് ഉലാത്തിയോ, തോട്ടത്തിൽ ഉലാത്തിയോ, അതുപോലെ ജീവിക്കുവാൻ വേണ്ടിയുള്ള കൃപ നമുക്ക് നൽകിയെന്ന് വചനം നമ്മളെ ഓർപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-1 വാക്യത്തിൽ പൗലോസ് നമ്മൾ ഓർപ്പിക്കുന്ന കാര്യം, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മളെ മോചിപ്പിച്ചു. സാത്താന്റെ അടിമത്തിൽ നിന്ന് നമ്മളെ വിമോചിപ്പിച്ചുകൊണ്ട് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഈ ലോകത്തിൽ ഒന്നിനെയും ഭയക്കാതെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ട്, പ്രതിസന്ധികളും പ്രലോഭനങ്ങളും പ്രതികൂലമായ സാഹചര്യങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ അവയിലൊക്കെ തട്ടിത്തടഞ്ഞ് ഇടറി വീഴാതെ വളരെ സ്വാതന്ത്ര്യത്തോടെ, ലാളിത്യത്തോടെ ഈ ലോകത്തിൽ എല്ലാം ഉള്ളപ്പോഴും ഒന്നും ഇല്ലാത്തവനെ പോലെ യേശു ജീവിച്ചതുപോലെ, എല്ലാം ഉള്ളപ്പോഴും ഒന്നുമില്ലാത്തവനോടെ ജീവിച്ചതുപോലെ വളരെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാനായിട്ട് വലിയ സ്വാതന്ത്ര്യമാണ് ക്രിസ്തു നമുക്ക് നേടിത്തന്നത്. അതിനു വേണ്ടിയിട്ടാണ് ആത്മാവിനെ നമുക്ക് നൽകിയതെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ വചനത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. യോഹന്നാൻ സുവിശേഷം 1-12 വാക്യത്തില് വീണ്ടും നമ്മളെ വചനം അത് ഓർപ്പിക്കുന്നു, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്നെ സ്വീകരിക്കുമ്പോൾ തന്നിലൂടെ ഒരുക്കപ്പെട്ട, യേശുക്രിസ്തുവിലൂടെ ഒരുക്കപ്പെട്ട, യേശുക്രിസ്തുവിന്റെ ജനന മരണ ഉത്ഥാന മഹത്വീകരണത്തിലൂടെ ഒരുക്കപ്പെട്ട ആ രക്ഷയെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഇവിടെ നമ്മൾ ഓരോരുത്തരും യേശുവിലൂടെ നൽകപ്പെട്ട 2000 വർഷങ്ങൾക്ക് മുമ്പ് നൽകപ്പെട്ട ആ രക്ഷ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മാമോദിസ നൽകപ്പെട്ടപ്പോൾ അവിടെ നമ്മളോട് പറയുന്നുണ്ട്, ആ മാമോദിസ എന്ന ഉദാശയെ കുറിച്ച് എന്താണ്, ജന്മഭാവം കർമ്മമുണ്ടെങ്കിൽ അതും വീട്ടിൽ സഭയുടെ അംഗവും ദൈവത്തിന്റെ മകനും മകളുമാക്കി മാറ്റുന്ന ഉദാശയാണ് മാമോദിസ എന്ന് പറയുന്നത്. അവിടെ നമ്മള് സാത്താനെ തള്ളി പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ജ്ഞാന സ്നാനമാതാവുകളെ ഏറ്റു പറഞ്ഞത്,
സാത്താനെ തള്ളി പറഞ്ഞുകൊണ്ട് യേശുവിന്റെ രക്ഷകനാഥമായി സ്വീകരിച്ചപ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവമകന്റെയും മകളുടെയും സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടവരാ. ഇവിടെ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വീഴ്ചകളും കുറവുകളൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ രക്ഷ നൽകിയ യേശു ഇന്നും ആ രക്ഷയിലൂടെ നടന്നു പോകുവാൻ അവിടുന്ന് കൈപിടിച്ച് നടത്തുമ്പോൾ എന്നെ കൈപിടിച്ച് ആ രക്ഷയിലൂടെ നയിക്കുന്ന ആ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തെയും ആ രക്ഷയിലൂടെ തീർച്ചയായും നയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വലിയ തകർച്ചയിലൂടെ കടന്നുപോയി ഇനി ജീവിതത്തെ അവസാനിപ്പിക്കാമെന്ന് കരുതിയിരുന്ന എന്റെ ജീവിതത്തെ ഇന്ന് അവിടുത്തെ ജീവിതത്തോട് ചേർത്ത് അവിടുന്ന് നിർത്തുന്നുണ്ടെങ്കിൽ ആ രക്ഷയുടെ അനുഭവം എനിക്കും എന്റെ കുടുംബത്തിനും എന്നോട് അനേകർക്കും അങ്ങ് അവിടുന്ന് പങ്കുവെച്ച് നൽകുന്നുണ്ടെങ്കിൽ ഇവിടെ അതിനായിട്ട് എന്നെ അങ്ങ് അവിടുന്ന് ഉപകരണമാക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെയും അവിടുന്ന് ആ രക്ഷയിലൂടെ നിരന്തരം കൈപിടിച്ച് നടത്തും. നിങ്ങളിലൂടെ അനേകർക്കുള്ള ഈ രക്ഷ അവിടുന്ന് ഒരുക്കുകയും ചെയ്യുന്നത് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇവിടെ നമുക്ക് വിശ്വസിക്കാം. യേശുവിലൂടെ നമുക്ക് നൽകപ്പെട്ട രക്ഷയെ നമുക്ക് സ്വീകരിക്കാം. ഇവിടെ വിശുദ്ധ ബൈബിളിലേക്ക് നോക്കി ഒത്തിരി പേരുടെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പൗലോസ് ലീഗ യേശുവിനെ അറിഞ്ഞ് മനസ്സിലാക്കുന്നതിന് മുമ്പ് സാവൂളായിരുന്നു. യേശുവിലൂടെ നൽകിയ രക്ഷ സ്വീകരിച്ചവരെ എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി നടന്ന വ്യക്തിയായിരുന്നു തീക്ഷ്ണതയോടെ. എന്നാൽ ഒരു അനുഭവത്തിലൂടെ യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ, അനുഭവിക്കാൻ സാധിച്ചപ്പോൾ, അവനോട് കടന്നു വന്ന രക്ഷയുടെ മഹത്വം എന്താണ് തിരിച്ചറിഞ്ഞപ്പോൾ അത് പൗലോസ് ലീഗയ്ക്ക് ജീവിതത്തിൽ ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്ത രീതിയിൽ അനുഭവമായി മാറിയപ്പോൾ പൗലോസ് ലീഗ പിന്നീട് യേശുവിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ രക്ഷ തന്റെ ജീവിതത്തിൽ അനുഭവിക്കുക മാത്രമല്ല അനേകർ ആ രക്ഷയിലേക്ക് ചേർത്തുന്ന വ്യക്തിയായിട്ട് പൗലോസ് ലീഗ മാറി. സാവൂൾ എന്ന വ്യക്തിയിൽ നിന്ന് പൗലോസിലേക്കുള്ള ആ വലിയ മാറ്റം നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈ രാത്രി രാമങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ വലിയ പാപാവസ്ഥയുടെയും പാപത്തിന്റെ ബന്ധത്തിലൂടെ കടന്നു പോകുന്നവരാ പലപ്പോഴും. എന്നാൽ യേശുവിലൂടെ നൽകപ്പെട്ട ആ രക്ഷ ഈ രാത്രി അനുഭവിക്കാൻ വലിയ ആഗ്രഹം നമുക്ക് ഈ പ്രകടിപ്പിക്കാം. യേശുവിലൂടെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരുക്കപ്പെട്ട രക്ഷ, യേശു എന്ന നാക്കിനർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് തിരിച്ചറിവുണ്ട്. ആ രക്ഷകനായ യേശുവിലൂടെ അവൻ പാപക്കടങ്ങളെ വേണ്ടി കുരിശുമരണം വരിച്ചതിലൂടെ നമ്മൾ രക്ഷകനായി തീർന്നെന്നും ആ രക്ഷകൻ ഉയർത്തതയിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഭരണം നടത്തുന്ന അധികാരിയായ യേശു ക്രിസ്തുവായി കർത്താവായി മാറി എന്നുള്ള തിരിച്ചറിവോടെ അവർ ഉദ്ധാനം ചെയ്തുകൊണ്ട് ക്രിസ്തുവായി മിശിയായി മാറിക്കൊണ്ട് അഭിഷിക്തനായി മാറിക്കൊണ്ട് ആത്മാവിനെ നമ്മുടെ മേലെ അഭിഷേകം ചെയ്തുവെന്നും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ കൃപ നമുക്ക് നൽകുമെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകട്ടെ. അവർ തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.